വിഷു ആണെങ്കിൽ തിങ്കളാഴ്ച ആണെങ്കിൽ ജോലിക്ക് പോകണം. അപ്പോൾ വിചാരിച്ചു സൺഡേ അങ്ങോട്ട് വിഷു ആഘോഷിക്കാന്ന്. സൺഡേ ഉച്ച വരെ പ്രത്യേകിച്ച് ഒരു പ്ലാനും ഉണ്ടായില്ല കേട്ടോ. ഉച്ചയ്ക്ക് ഇങ്ങനെ ഫോൺ നോക്കി ഇരിക്കുമ്പോഴാട്ടോ ഹോട്ടലുകളിലൊക്കെ ഈ സദ്യ ഇങ്ങനെ ഹോം ഡെലിവറി ഉണ്ടെന്ന് കണ്ടത്. ഇനിയിപ്പോൾ ഉണ്ടാക്കി കഴിക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് 2 ബോക്സ് അങ്ങോട്ട് വാങ്ങിച്ചു കേട്ടോ. ബോക്സ് തുറന്നപ്പോൾ ഞെട്ടി പോയിട്ടോ. കുറേ കറികളുണ്ട്. ഇനി കഴിക്കുമ്പോഴാണ് അടുത്ത ഞെട്ടല്. ചേട്ടൻ വേഗം വാഴിലൊക്കെ തുടച്ച് റെഡിയാക്കി വെക്കും. ലല്ലുമാസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ആട്ടോ സദ്യ വാങ്ങിച്ചത്. വിചാരിച്ച പോലെ അല്ല കേട്ടോ, സംഭവം അടിപൊളിയാണ്. അച്ചാറുകൾ തന്നെ 2-3 തരം കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരുപാട് കറികളുണ്ട് കേട്ടോ. വെറൈറ്റി കറികളല്ല, നമ്മൾ കണ്ടിട്ടുള്ള കറികൾ തന്നെ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാം. വിഷൊക്കെ ആയതുകൊണ്ട് പിന്നെ കുറച്ച് ഒരുങ്ങിയൊക്കെ ഇരുന്ന് ചേട്ടൻ മുണ്ട കൊടുത്തിട്ട് അങ്ങനെ കുറച്ച് അടിപൊളിയായിട്ടൊക്കെ ഇരുന്നിട്ടാട്ടോ സദ്യ കഴിക്കുന്നത്. കറികളൊക്കെ ഇടാൻ പിന്നെ ചേട്ടൻ അങ്ങോട്ട് ഏൽപ്പിച്ചു കേട്ടോ. ചേട്ടൻ പിന്നെ അതിൻ്റെ കറക്റ്റ് അങ്ങോട്ട് ഓർഡറിലൊക്കെ ചെയ്യാനറിയാം. ഞാനാണെങ്കിൽ പിന്നെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് നല്ല അലമ്പാക്കി വെക്കും കേട്ടോ. പിന്നെ ഒരില ഞാൻ തന്നെ റെഡിയാക്കി എടുത്തു, ഒരില ചേട്ടൻ്റെ ഇവിടെ റെഡിയാക്കി ഞങ്ങൾ പിന്നെ കഴിക്കുകയാണ്. ഓണത്തിന് ശേഷം പിന്നെ അത് ഇപ്പോഴാണ് കേട്ടോ ഒരു സദ്യ കഴിക്കുന്നത്. ഇവിടെ പിന്നെ ഇങ്ങനെ കല്യാണങ്ങളൊന്നും ഇല്ലല്ലോ നാട്ടിലെ പോലെ. 2 തരം പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ വീണ്ടും കറിയൊക്കെ ചോദിച്ചെടുക്കാൻ പറ്റില്ലല്ലോ, ആകെ ഇത്തിരിയല്ലേ കിട്ടുള്ളൂ. പായസമൊക്കെ കുടിച്ച് പിന്നെ മത്തൊക്കെ കുടിച്ച് അങ്ങനെ മത്ത് പിടിക്കാനുള്ളതില്ല കേട്ടോ. കുറച്ച് പൈസയല്ലേ ഉള്ളൂ. രാത്രിയാകുമ്പോൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. വിഷു ആയിട്ട് ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായില്ല ഈ പ്രാവശ്യം. പിന്നെ നേരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നു. 1-2 ഡ്രസ്സൊക്കെ നോക്കി മാക്സിലാണ് കേട്ടോ കയറിയത്. ഈ ഐറ്റംസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ വാങ്ങിക്കാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ഡ്രസ്സ് വാങ്ങിക്കാൻ കയറി. ചേട്ടൻ പിന്നെ LP നിന്നാണ് കേട്ടോ ഡ്രസ്സ് എടുത്തത്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി കണി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണി വെക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ നിന്ന് ഡോണറ്റും പിന്നെ ഒരു ഐസ് ടീ ഒക്കെ കുടിക്കാൻ വേണ്ടി കയറി. അപ്പോൾ അടുത്താണ് കേട്ടോ ഐസ് ടീ കുടിച്ചത്. അപ്പോൾ പ്രാവശ്യം കുടിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഡോണറ്റും ഇങ്ങനെ ഇഷ്ടമാണ്. അതൊക്കെ കുടിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ കയറി. അപ്പോൾ സംസങ് മന്തിയിലാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാട്ടോ വീഡിയോയുടെ കാര്യം ഓർമ്മ വന്നത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ആയപ്പോൾ ഒരു മിൻറ്റ് ടീ കൂടെ കുടിച്ചു കേട്ടോ. അങ്ങനെ അത് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. അപ്പോൾ ഇതായിരുന്നു കേട്ടോ വിഷുവിൻ്റെ തലേദിവസത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ഡിയേഴ്സ്.